മനസ്സ് സുന്ദരമായാൽ കാണുന്നതെല്ലാം സുന്ദരമാകും. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുത്തശ്ശിമാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ആദ്യം നോക്കേണ്ടത് കാൽപാദങ്ങളിലേക്കാണെന്ന്. പാദത്തിൻ്റെ വൃത്തിയും അഴകും കണ്ടാലറിയാം പെണ്ണ് സുന്ദരിയാണോ എന്നുള്ളത്. അത് തിരിച്ച് ചെറുക്കന്മാർക്കും ബാധകമാണ് കേട്ടോ. ഉപ്പൂറ്റി വിണ്ടുകീറുന്നതാണ് പാദങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നം. ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങുന്നത് പാദങ്ങളാണ്. സാധാരണയായി കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളിലും ശരീരഭാരം കൂടുതലുള്ളവരിലും കൂടുതൽ വരണ്ട ചർമ്മമുള്ളവരിലുമൊക്കെയാണ് വിണ്ടുകീറൽ കാണാറ്. ഡയബറ്റിക്സ് ഉള്ള പ്രായമുള്ളവരിലും ഇത് സാധാരണയായി കണ്ടുവരാറുണ്ട്. ഇനി നമുക്ക് സിമ്പിളായി ഇത് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. വീട്ടിൽ തന്നെ കിട്ടുന്ന ലളിതമായ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ വിണ്ടുകീറൽ പൂർണ്ണമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ചെയ്യേണ്ടത്. ഒരു ബക്കറ്റ് വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് അതിൽ പാദങ്ങൾ 10 മിനിറ്റ് മുക്കി വയ്ക്കുക. കട്ടി കൂടിയ ചർമ്മം അല്പം സോഫ്റ്റ് ആകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് കാലിൻ്റെ അടിയിലെ ഹാർഡായിട്ടുള്ള ഭാഗം നന്നായിട്ട് ഉരച്ച് കഴുകുക. നാട്ടിൻപുറങ്ങളിൽ കുളിക്കുളത്തിൻ്റെയൊക്കെ അടുത്ത് കരിങ്കല്ലുകളുണ്ടാകും. തുണി കഴുകാനും അതുപോലെ കാലൊരിച്ച് കഴുകാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ അതൊന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ പ്യൂമിക് സ്റ്റോൺ തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ്. ലേഡീസ് സ്റ്റോറുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. നന്നായി കാല് കഴുകിയ ശേഷം വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ഇനി അല്പം വെളിച്ചെണ്ണ കാലിൻ്റെ വിണ്ടുകീറിയ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാം. കാലുകളിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് മസാജ് ചെയ്യുക. ഇനി കിടക്കുന്നതിന് മുമ്പ് ഒരു സോക്സ് കൂടി ധരിച്ച് ഉറങ്ങാവുന്നതാണ്. കാലിന് നല്ല റിലാക്സ് ഫീൽ ചെയ്യും. രാവിലെ നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് പാദങ്ങൾ കഴുകാവുന്നതാണ്. ഒരാഴ്ച ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും വിണ്ടുകീറൽ മാറുന്നതായി കാണാം. അതിനുശേഷം ആഴ്ചയിലൊരിക്കൽ വീതം ഇത് റിപ്പീറ്റ് ചെയ്യുക. സ്കിൻ ഹാർഡായി വീണ്ടും വിണ്ടുകീറൽ ഉണ്ടാവുന്നത് തടയാൻ അത് സഹായിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ളവർ കൂടി അത് വളരെ ഉപകാരപ്രദമായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.